നമ്മുടെ KN ബാലഗോപാൽ CPM-ൻ്റെ നേതാവാണല്ലോ, അദ്ദേഹം BJP ആയി, അറിഞ്ഞായിരുന്നോ? ഇല്ല, സാധ്യത വളരെ കുറവാണ്. സാർ അറിയാഞ്ഞിട്ടാ. അദ്ദേഹം BJP-യിൽ ചേർന്നു. അദ്ദേഹത്തിന് നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ഒരു പദവിയും കൊടുത്തു, കേന്ദ്ര ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നാണോ ആലോചിക്കുന്നത്? അല്ല, ഞാൻ സാധ്യതകൾ ആലോചിക്കുകയായിരുന്നു. കാരണം ബാലഗോപാലിനെ എനിക്ക് നേരിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ചില ആളുകളെയൊക്കെ അറിയാം. പിന്നെ പഴയ നമ്മുടെ പ്രഭാകരൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. P. നാരായണൻ നായരുടെ മകനാണ് പ്രഭാകരൻ. ഇങ്ങനെ ഈ വഴിക്ക് ആ കൂട്ടത്തിൽ ആരെങ്കിലും BJP ഉണ്ടോ, ആ സാധ്യത ഉണ്ടോ എന്ന് ആലോചിച്ചതാണ്. ഞാൻ എൻ്റെ തോന്നലിൻ്റെ കാരണം പറയാം. ഞാനിപ്പോൾ കേരള സർക്കാരിൻ്റെ ബജറ്റ് ഹൈലൈറ്റ്സ് വായിക്കാം. ഒരു ചാനലിൽ വന്നതാണേ. ദേശീയപാത വികസനം അതിവേഗം പൂർത്തീകരിക്കും, റെയിൽ പാലങ്ങൾ ഉടൻ പൂർത്തിയാക്കും, തെക്കൻ കേരളത്തിൽ കപ്പൽശാല നിർമ്മാണ പദ്ധതി നടപ്പാക്കും, വിഴിഞ്ഞം തുറമുഖം 2028-ൽ പൂർത്തിയാകും. ഇന്ന് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലുള്ളതാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ലേ? കേന്ദ്രമന്ത്രിക്കല്ലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ? കേന്ദ്രമന്ത്രിക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ഇതിൽ തെക്കൻ കേരളത്തിൽ കപ്പൽശാല ഏതാ? കപ്പൽശാല തുടങ്ങണമെങ്കിൽ അത് കേന്ദ്ര പ്രൊജക്റ്റാണ്. അങ്ങനൊരു പദ്ധതി തന്നെ ഉണ്ടോ തെക്കൻ കേരളത്തിൽ കപ്പൽശാല എന്ന് പറഞ്ഞിട്ട്? ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. എനിക്കറിയില്ല. ദേശീയപാത വികസനം അതിവേഗം പൂർത്തിയാക്കണം. ദേശീയപാത പണിയുന്നത് കേരള സർക്കാരാണ്. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം എടുത്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അത് ഇത്ര മാസത്തിനകം, ഇത്ര കാലത്തിനകം ആ സ്ഥലം മുഴുവൻ അവർ പറഞ്ഞ വീതിയിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിൽ വേണമെങ്കിൽ പറയാം. ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വേഗത്തിലാക്കും. അല്ല, ദേശീയപാത വികസനം അതിവേഗം പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ബജറ്റ് പറയട്ടെ. കേന്ദ്ര ബജറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ, നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ കാര്യമൊക്കെ അത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ എല്ലാ കേന്ദ്ര ബജറ്റിന്റെ ഒരു ഈച്ച കോപ്പി പോലെ എനിക്ക് തോന്നി. എനിക്കൊരാൾ അയച്ചു തന്നതാണ്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയായ സുജാത ബാബുവാണ് എനിക്കിത് അയച്ചു തന്നത്. അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് കേന്ദ്ര ബജറ്റാണോ കേരള ബജറ്റാണോ എന്ന് ചോദിച്ചു. കണ്ടപ്പോൾ എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാമേന്ദ്ര സാറിനോട് ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വലിയ സംഘർഷമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു സാധാരണ പോയി കാണുന്നത് ഈ നിതിൻ ഗഡ്കരിയാണ്, പിണറായി വിജയനും ഒക്കെ പോയി കാണുന്നത്. ഇവരുടെ ധാരണ എന്തോ നിതിൻ ഗഡ്കരി മോദിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് ഇയാളെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നിതിൻ ഗഡ്കരിയുടെ കയ്യിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ഇഷ്ടംപോലെ കുതിരാൻ തുരങ്കം നിതിൻ ഗഡ്കരി ആയതുകൊണ്ട് നമ്മുടെ മരുമോൻ തീരുമാനിച്ച് അങ്ങ് ഉദ്ഘാടിക്കാൻ തീരുമാനിച്ച് ഫ്ലക്സ് അടിച്ചു വെച്ചു. അതിന് 1 മണിക്കൂർ മുമ്പ് നിതിൻ ഗഡ്കരി അവിടെ ഇരുന്ന് ഉദ്ഘാടനം ചെയ്തു. അതെ, അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ഇങ്ങനെ പോവും. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ പലതും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദേശീയപാതയാണല്ലോ. ദേശീയപാത എല്ലാത്തിനും വേണ്ടി കേന്ദ്രത്തിന് പദ്ധതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിതിൻ ഗഡ്കരി സമ്മതിക്കുക. റെയിൽവേയിലാണെങ്കിൽ കേരളത്തിലെ റെയിൽവേയുമായി സംബന്ധിച്ച കാര്യങ്ങൾ. അല്ല സാർ, ദേശീയപാതയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ പറ്റില്ല. കേരളത്തിൽ ദേശീയപാത വികസനം ഉണ്ടാവാതിരുന്നതിന് കാരണം ആരാ? അതാ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് ഇത് വീതി കൂട്ടാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവിടുന്ന് ചെയ്തു കൊടുക്കേണ്ടത് അവർ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുള്ള അത്രയും നീളവും വീതിയുമുള്ള ഒക്കെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും നിവേദനങ്ങൾ കൊടുക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ഇത്ര വീതിയിലേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് 4 വരി പറ്റില്ല, ഞങ്ങൾക്ക് 6 വരി പറ്റില്ല. കാരണം ഇതൊക്കെ ദേശീയപാതയുടെ 2 വശത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വലിയ പൈസ ചിലവാകും. അതിനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. മാത്രമല്ല അത് വലിയ സംഘർഷം വരയ്ക്കും, ആളുകൾ മാറിപ്പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഭരണം എന്നുള്ള പണി ഞങ്ങൾക്ക് അറിയാൻ വയ്യ. അതാണ് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയാറ്. അങ്ങനത്തെ നിവേദനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് പകരം ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കും, അത് സമയബന്ധിതമായിട്ട് ചെയ്യും, അടുത്ത 6 മാസം കൊണ്ട് ഏറ്റെടുക്കും എന്ന് ബാലഗോപാൽ പറഞ്ഞാൽ ശരി. അതെ, ഈ ആലപ്പുഴയിൽ ഒരു ബൈപ്പാസ് ഉണ്ടല്ലോ, കൊമ്മാടിയിൽ നിന്ന് പോകുന്നത്. ആ ബൈപ്പാസ് 40 വർഷം മറ്റോ എടുത്തു പൂർത്തീകരിക്കാൻ. അവസാനം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് മിന്നൽ വേഗത്തിൽ പണി തീർത്തത്. കാരണം അവിടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ
എല്ലാ വാഹനങ്ങളും ആലപ്പുഴ ടൗണിൽ കൂടെ കയറാതെ പോകും, അതുകൊണ്ട് കച്ചവടം നടക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ വ്യാപാരികളടക്കമുള്ള ആളുകളുടെ ഉൾപ്പെടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഇടതും വലതും ബൈപ്പാസ് വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എടാ, ആലപ്പുഴയിൽ പോകുന്ന വഴിക്ക് ആലപ്പുഴയിൽ നിന്നൊരു സാധനം മേടിച്ചേക്കാം എന്ന് കരുതുന്ന എത്ര പേരുണ്ട്? അപ്പം ദേശീയപാതയിൽ കൂടെ പോകുന്നവർക്ക് അതിവേഗം എത്തുകയാണ് പ്രധാനം. ഇത് ഈ ഒരു കോരവളവ് കോംപ്ലക്സ് എന്ന് പറയാം. കാരണം ആ ചങ്ങനാശ്ശേരി പാതയിൽ കോരവളവ് എന്ന് പറഞ്ഞൊരു വളവുണ്ടായിരുന്നു, നിവർന്ന പ്രശ്നമാണ്. അത് പണ്ട് കോരാന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിയുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ നമ്മുടെ സ്ഥലമൊന്നും എടുക്കണ്ട, ഒരു വളയലങ്ങ് വളഞ്ഞു. അതെ, ആ കോംപ്ലക്സ് അതിൻ്റെ അകത്ത്. രണ്ടാമത്തത്, ഈ റെയിൽ പാലങ്ങൾ ഉടൻ പൂർത്തിയാക്കും. റെയിൽ പാലങ്ങൾ പൂർത്തിയാക്കാൻ ബാലഗോപാലിന് എന്താ ഉത്തരവാദിത്വം? ഒരു ഉത്തരവാദിത്വം ഇല്ല. റെയിൽവേക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്, ബജറ്റ് ഉണ്ട്, അതിലെന്തൊക്കെ. ഇനി റെയിൽവേ മേൽപ്പാലം എന്നാണ്. മേൽപ്പാലമാണെങ്കിൽ പക്ഷെ അതും റെയിൽവേ പണിയുന്നത്. അതെ, റെയിൽവേ ആണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വല്ല തടസ്സം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെയോ ലോക്കൽ കമ്മിറ്റിയുടെയോ മറ്റേ അല്ല, റെയിൽവേക്ക് തടസ്സമില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ലൈൻ ഇരട്ടിപ്പിക്കലിന് ഒരു തടസ്സമില്ല. നേരത്തെ തന്നെ ബഫർ സോണായിട്ട് ആവശ്യത്തിന് സ്ഥലങ്ങൾ റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഥലങ്ങളാണ് അതെല്ലാം. അവിടെ ഇനി 2 or 3 ലൈൻ ഇടുന്നതിന് റെയിൽവേക്ക് കേരള സർക്കാരിൻ്റെ ഒരനുമതിയും വേണ്ട. അപ്പോൾ പിന്നെ അത് പൂർത്തിയാക്കി മോദി പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. അശ്വിനി വൈഷ്ണവ് പൂർത്തിയാക്കുമെന്നായിരിക്കും പറയുന്നത്. ഇനി തെക്കൻ കേരളത്തിലെ കപ്പൽശാല പദ്ധതി എനിക്കറിയില്ല. ഇനി വിഴിഞ്ഞത്ത് ഒരു തിരുവനന്തപുരത്ത് ഒരു കപ്പൽ നിർമ്മാണശാല വരെ കൊണ്ടുവരാൻ കേരള സർക്കാരിന് താല്പര്യമുണ്ടോ? ഈ ബാലഗോപാലിന്റെ സ്ഥലമായ കൊല്ലത്ത് എണ്ണ പര്യവേഷണം, അതിപ്പോൾ സുരേഷ് ഗോപി ഇതിനെ പാർലമെന്റിൽ പറഞ്ഞു. അതെ, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ എണ്ണ പര്യവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിഗുകൾ, പിന്നെ ഈ പറഞ്ഞ സംഗതികളൊക്കെ വന്നിട്ട് മറ്റേ റിഗ് പരിപാടികളും ഡ്രില്ലിങ്ങും അതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട രാജ്യാന്തര കമ്പനികളെ കൊണ്ടാണല്ലോ ചെയ്യിക്കുന്നത്. അതെ, പെട്രോളിയം വകുപ്പാണ്, അതും കേന്ദ്രത്തിൻ്റെയാണ്. ഇവർക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത്. ആ പോർട്ടിൻ്റെ അവിടെ ഇന്ധനത്തിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഇതൊക്കെ കേന്ദ്രമാണ് ചെയ്യുന്നത്, പെട്രോളിയം വകുപ്പ്. അവിടെ കപ്പൽ വരാനുള്ള ഒരു സാധ്യത ഞാൻ നോക്കിയത് അതാണ്. അതെ, അത് കപ്പൽശാലയാണ്, കപ്പൽ നിർമ്മാണശാലയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേണ്ടി വന്നാൽ നമ്മൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരും, നമ്മളിവിടെ വാക്സിൻ ഉണ്ടാക്കുമെന്നൊക്കെ. കേരളത്തിൽ വേറൊരു കപ്പൽ നിർമ്മാണശാല വരില്ല. അല്ല, ബോട്ട് ഉണ്ടാക്കുന്ന ശാലയായിരിക്കും. നമ്മുടെ മുനമ്പത്തൊക്കെ എത്ര എണ്ണം ഉണ്ട്? മുനമ്പത്തും ചേർത്തലയിലും ഇടക്കൊച്ചിയിൽ അല്ലേ ബോട്ട് നിർമ്മിക്കുന്ന, ഉരുക്കളുണ്ടാക്കുന്ന ബേപ്പൂരുണ്ട്, കൊച്ചിയിലുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്തറിയോ? വിഴിഞ്ഞം തുറമുഖം 2028 പൂർത്തിയാക്കും. ആര്? അദാനി. അത് ഞാനും ഈ ബാലഗോപാലിൻ്റെ ശ്രദ്ധിച്ചു, എനിക്കത് തീരെ മനസ്സിലായില്ല. അതിൽ ബാലഗോപാലിന് എന്താ കാര്യം? അവിടെയും വല്ല സംഘർഷം ഇവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വേണ്ടാന്ന് വെക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കാം. അല്ലാതെ അതിലൊന്നും ചെയ്യാനില്ല. അത് അദാനിക്ക് കൊടുത്താണ്, അത് അവർ വേണ്ട പോലെ അവർ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ ബാലഗോപാൽ BJP ചേർന്നെന്ന് പറഞ്ഞതിൻ്റെ കാര്യം? കാരണം ഒരു കേന്ദ്രമന്ത്രിസഭയ്ക്ക് വേണമെങ്കിൽ ഇത് പറയാം, ധനകാര്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാം. കേന്ദ്ര മന്ത്രി പറയേണ്ടുന്ന കാര്യങ്ങൾ ബാലഗോപാൽ ബഡ്ജറ്റിൽ പറഞ്ഞാൽ ബാലഗോപാൽ കേരളത്തിൻ്റെ അല്ല കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രിയാണെന്ന് കരുതേണ്ടി വരും. പണ്ട് ഇവിടെ പോർട്ടിലോ മറ്റോ EK നായനാർ വന്നിട്ടേ ഈ പ്രസംഗിക്കുമ്പോൾ ആ റോസ്റ്ററും ഉണ്ടല്ലോ, സ്വാഗത പ്രസംഗിക്കുന്നത് അവിടെ. അപ്പോൾ നായനാരുടെ ഒരു എഴുതിയ പ്രസംഗം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ വായിക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഈ റോസ്റ്ററത്തിൽ ഈ സ്വാഗത പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെച്ചിട്ട് പോയിരുന്നു. നായനാർ വന്നിട്ട് ഈ സ്വാഗത പ്രസംഗം എടുത്ത് വീണ്ടും എന്ന് പറഞ്ഞ പോലെ ഈ കേന്ദ്ര ബജറ്റിൽ നിന്നുള്ള കുറേ ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബാലഗോപാലിൻ്റെ ബജറ്റിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും തിരികെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ചതായിരിക്കും അല്ലേ? ഞാൻ തെറ്റിദ്ധരിച്ചു. കേന്ദ്രത്തിൻ്റെ പദ്ധതിയെല്ലാം വന്നപ്പോൾ അദ്ദേഹം കേന്ദ്ര ധനകാര്യമന്ത്രിയായി. CPM-ൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ മോദി ഉടനെ തന്നെ മെമ്പർഷിപ്പും കൊടുത്ത്, നീ കേന്ദ്ര ധനകാര്യമന്ത്രിയായിക്കോ, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാണ് എന്ന് പറഞ്ഞ് ആക്കിയോ എന്നൊരു സംശയം എനിക്ക് വന്നു. ഏതായാലും ബജറ്റ് ഇങ്ങനെ വന്നു പോവാണ്. നമ്മൾ ഈ തമാശകൾ നിർത്താം. ബജറ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അടുത്ത ഒരു വർഷത്തെ പ്ലാനിങ്, ഒരു വിഷൻ ഡോക്യുമെൻ്റ് ആണല്ലോ. ഇതിനകത്ത് ഒരു വിഷനും കാണുന്നില്ല, ആകെ വിഷമം മാത്രമേ ഉള്ളൂ. വിഷനും ഇല്ല. തോമസ് ഐസക് ആണെങ്കിൽ കുറച്ച് കവിതാശകലങ്ങളൊക്കെ ഉണ്ടാവും, ഇതിൽ അതും ഇല്ല. പതിവ് പല്ലവിയുണ്ട്, കേന്ദ്രം ഞെക്കിപ്പിഴിയുന്നു. പക്ഷെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കിഫ്ബിയെ പറ്റി വലിയ അഭിപ്രായം ബാലഗോപാലിന് നേരത്തെ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇത്തവണ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിലത് ഒക്കെ ചെയ്യും എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിഫ്ബിയെ അംഗീകരിച്ചു കൊണ്ടുവന്നുണ്ട് ആ പൊല്ലാപ്പം കൂടി ഇങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. സാമ്പത്തിക ബാധ്യത പണം ഉണ്ടാക്കാൻ കിഫ്ബി നല്ലതാണ്. അതെ. എന്നിട്ട് CAG ഇത്തവണ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കിഫ്ബി ആണെങ്കിൽ ഞങ്ങൾ കിഫ്ബി CAG ഓഡിറ്റിന് വിട്ടുകൊടുക്കത്തില്ല എന്നൊരു വാദവും സർക്കാരിനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പിൻവാതിലൂടെ നടത്താൻ കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരുപാട് പണി കിട്ടും. അതാണ്. ഇപ്പൊ ഗുരുവായൂരിൽ നിന്നൊരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. അതിൽ മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാനും വായിച്ചു നോക്കി. ഊരാളുങ്കൽ കാശടിച്ചുകൊണ്ട് പോയതും അവർക്ക് അവരിങ്ങോട്ട് കൊടുക്കേണ്ട പൈസ ഗുരുവായൂർ ദേവസ്വം തന്നെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, അവർ കൊടുക്കേണ്ട GST ഉൾപ്പെടെയുള്ളത് ഗുരുവായൂർ ദേവസ്വം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ദേവസ്വത്തിന്റെ കാശ് പോയതും ഒക്കെ ഉണ്ട് അതിനകത്ത്. അത് നമ്മുടെ ഒരു സുഹൃത്താണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ PS മഹേന്ദ്രകുമാർ എന്ന് പറയുന്ന യുവ BJP നേതാവ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ തീവട്ടിക്കൊള്ളയെ സംബന്ധിച്ച് ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഡിറ്റ് വിഭാഗത്തിന് വസ്തുതകൾ ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്ന തീവട്ടിക്കൊള്ള എണ്ണി സമ്മതിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടിയും വന്നു. സംസ്ഥാന സർക്കാർ ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. ഗുരുവായൂരപ്പനെ വിഴുങ്ങുന്ന അമ്പലം വിഴുങ്ങികളാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അത് മുഴുവൻ ഊരാളുകളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അതെ. അപ്പോൾ ഉറപ്പിക്കാം, ബാലഗോപാൽ BJP പോയിട്ടില്ല, ഇല്ല, പോകത്തുമില്ല. പോകാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടല്ലോ. അല്ലേ, അദ്ദേഹം പോകില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ വെറുതെ പറഞ്ഞു. ഈ ബജറ്റ് കണ്ടപ്പോൾ കേന്ദ്ര ബജറ്റ് പോലെ തോന്നി. അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയാണല്ലോ അവതരിപ്പിക്കുന്നത് തോന്നി. പക്ഷെ അവതരിപ്പിച്ചത് ബാലഗോപാലായപ്പോൾ ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. എൻ്റെ ബജറ്റിൽ ഈ കേന്ദ്ര സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കേന്ദ്ര വിരോധം വേണ്ടത്ര കേന്ദ്രം കാര്യമായിട്ട് തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കഷ്ടപ്പാടെന്നുള്ള പതിവ്. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ, എല്ലാ വർഷവും ഉള്ളതാണല്ലോ. അത് സെയിമാണത്. ഏതായാലും സഖാവ് KN ബാലഗോപാൽ ദീർഘകാലം CPM-ൽ തുടരട്ടെ. അദ്ദേഹത്തിന് ഇനിയും ബജറ്റുകൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടട്ടെ. ലാൽ സലാം സഖാവേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.